ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ടാഗ്ലൈനാണ് സിമ്പിൾ ആൻഡ് മൈൻഡ് ബ്ലോയിങ്. ഞാൻ തുടർന്നിരിക്കുന്നത് മാങ്കാവ് ട്രാഫിക് ബ്ലോക്ക് ഇഷ്യൂ. ഞാൻ എല്ലാവർക്കും അറിയാം, ഒരുപാട് തവണ മാങ്കാവ് ട്രാഫിക് ബ്ലോക്ക് ഇഷ്യൂ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആളുകൾ സ്കിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അതായത് ഇന്നലെ രാത്രി ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളാണ്. അതായത് 26 സൺഡേ ജൂലൈ 2026. ഇന്നലെ രാത്രി ഒരു 8:55 9 മണി സമയത്ത് ഞാൻ നല്ല മാങ്കാവ് ഉണ്ടായിരുന്നു. എനിക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നല്ല ബ്ലോക്കായിരുന്നു മാങ്കാവ് ജംഗ്ഷനിൽ. അതായത് നാല് ഭാഗത്തും നല്ല ബ്ലോക്കായിരുന്നു. വെച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മാങ്കാവ് ജംഗ്ഷനിൽ ഒരു ബ്ലോക്ക് ഉണ്ടായില്ല. അവിടെയുള്ള നാട്ടുകാരും ചിലപ്പോൾ അതായത് പോലീസുള്ള സമയത്തായാലും പോലീസുകാർ ട്രാഫിക് പോലീസൊക്കെ ഹെൽപ്പ് ചെയ്യും. അല്ലാത്ത സമയത്താണെങ്കിൽ നാട്ടുകാർ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇന്നലെ ഒരാളും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. സംബന്ധിച്ചാൽ ആൾ നാല് ഭാഗത്തും ഭയങ്കര ബ്ലോക്കായിരുന്നു. പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതേ സമയത്ത് ഞാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ പോലീസ് ജീപ്പ് അവിടെ അതിലൂടെ പാസ് ചെയ്ത് ടൗണിലേക്ക് മീൻസ് ബൈക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇവർ നോർമൽ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലോക്കിൽ നിന്ന് നമ്മളിപ്പോൾ രക്ഷപ്പെടുമ്പോൾ ചെയ്യുക, നമ്മളത് ഫ്രീ ആകുമ്പോൾ നേരെ ഞങ്ങൾ വണ്ടി എടുത്ത് അങ്ങോട്ട് മുമ്പോട്ട് പോകും. ഓക്കെ, നമ്മളെ യാത്ര നമ്മൾ വീണ്ടും തുടരും. എല്ലാം നമ്മുടെ ബ്ലോക്കിൽ തന്നെ നമ്മൾ നിന്നിട്ട് ഇത് നിൽക്കുന്നില്ല. ഇന്നലെ അതേപോലെ തന്നെ പോലീസാണ് ചെയ്തിരുന്നത്. അതിൽ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടോട് തന്നെ പറഞ്ഞു, ഇതിൽ പോലീസ് ജീപ്പ് ഉണ്ടായിട്ട് പോലും അവർ ജസ്റ്റ് ഒരു എത്ര പോലീസുകാരുണ്ടെന്ന് എനിക്കറിയില്ല ജീപ്പിലും. പക്ഷെ എന്തായാലും ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു വണ്ടി ഒന്ന് നിർത്തിയിട്ട് അവരെ ബ്ലോക്കിൽ നിന്ന് അവരൊന്ന് ജനങ്ങളൊന്ന് നല്ലപോലെ കടത്തി വേണം എന്തെങ്കിലും ചെയ്തുകൂടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടോട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന സംബന്ധിച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. അതല്ല സംഭവിച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് ഞാൻ ടൗണിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് മാങ്കാവുന്ന ടൗണിലേക്ക് പോകുന്ന ബസ് ഭാഗത്ത് വന്നിട്ട് ഭയങ്കര വണ്ടിയും ബസ്സും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാറുകൾ മറ്റുള്ള എല്ലാ വാഹനങ്ങളും ഉണ്ടായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു ഇന്നലെ. പക്ഷേ ഞാൻ ഒരുപാട് തവണ എൻ്റെ വീടുകളുടെ ഇത് പറഞ്ഞാണ് സംഭവം. അപ്പോൾ ഞാനത് പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ കോഴിക്കോട് ഭരിക്കുന്ന കോർപ്പറേഷൻ മേയർ അറിയാൻ, അതുപോലെ തന്നെ കൗൺസിലർമാർ, മെമ്പർമാർ, ഇപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പം ജയിച്ചു പോയ MLA മാരും, ഞാൻ ഇതിനു മുമ്പും അതായത് ഇപ്പം ഈ സർക്കാർ വരുന്നതിന് മുമ്പും ഞാനിതിനു മുമ്പും ഉള്ള വീഡിയോകളൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അന്ന് മറ്റൊരു MLA ആയിരുന്നു. ഇവിടുത്തെ കോഴിക്കോട് ഭരിക്കുന്ന MP ആയാലും ഒക്കെ സത്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇവിടെ ഒരുപാട് ജനങ്ങൾ ഇത് മാങ്കാവ് ട്രാഫിക് ബ്ലോക്ക് ബുദ്ധിമുട്ടാണ്. സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾ എന്താ നാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തിയിൽ കാണിച്ച് എന്നാൽ നമുക്ക് വിശ്വസിക്കാം. അത് സത്യത്തിൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഒരു ആംബുലൻസിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ എന്ന് വിചാരിക്കാറ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ബ്ലോക്ക്, നാല് ഭാഗത്ത് നല്ല ബ്ലോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് വണ്ടി നിന്നിട്ട് ബ്ലോക്കായി കിടക്കായിരുന്നു. ഞാൻ തന്നെ ഞങ്ങൾ ബൈക്കിലായതുകൊണ്ട് മാത്രമാണ് ഇത് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഒന്ന് കഴിച്ചിടാൻ പറ്റും. എങ്കിലും അവിടെ കിടക്കുന്നില്ല, വേറെ ഒരു കാര്യമില്ല. അതാണ് അവസ്ഥ. പക്ഷെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പല ആളുകളും പലപ്പോഴും പറയാറുണ്ട്, പൊതുജനം കൈതയാണ്. സത്യമാണ്, അത് കൈത തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യില്ലല്ലോ. എന്താ വെച്ചാൽ എന്താ പറയുക, കുറച്ച് ഇത് നമ്മളിപ്പോൾ പറയുന്നില്ല, കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യില്ല. നിങ്ങളിപ്പോൾ റോഡ് ടാക്സ് മറ്റതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത് ജനങ്ങളിൽ നിന്ന് പിരിയുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഇഷ്ടമാക്കിക്കൂടെ. ഇപ്പോൾ എന്താ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പല ഭാഗത്തും പല ചെറിയ പോക്കറ്റ് റോഡുകളാണ്, ഇപ്പോൾ വേറെ മെയിൻ റോഡുകളൊക്കെ സിഗ്നലുണ്ട്. പക്ഷേ ഇവിടെ സിഗ്നൽ വന്നാൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ തീരും. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ഇതുപോലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, ഉത്തരവാദിത്തമുള്ള പോലീസുകാർ ചെയ്ത പണിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഞാൻ ആരും വേണ്ടി പറഞ്ഞില്ല, ഞാൻ കണ്ട കാഴ്ച പറഞ്ഞതാണ്. ചിലപ്പോൾ ഇതിന് എന്താ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ഇത് പ്രശ്നം അറിയിച്ചൂടെ. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ നമ്മളിപ്പോൾ ഒരു തെറ്റ് 100 പേരും, അത് ഒരാൾ തെറ്റ് 100 പേര് കണ്ടാലും ആ 100 പേരും പേടിച്ചിട്ട് പറയാൻ ഒരു 2 പേര് പ്രതികരിക്കുമ്പോഴാണ് അതിൻ്റെ പവർ ഉണ്ടാവുന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ 2 പേര് പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നുള്ളതാണ് പല ആൾക്കും ചിന്തിക്കല്. അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് മാങ്കാവ് ട്രാഫിക് പോയിന്റ് തന്നെ ഞാൻ ഒരാളും സംസാരിക്കാൻ അതൊരു കേട്ടിട്ടൊന്നുമില്ല. അതായത് ഇപ്പോൾ ഇവിടുത്തെ മീഡിയാസ് വരെ, നമ്മുടെ കോഴിക്കോടുള്ള മീഡിയാസ് വരെ ഒരാൾ പോലും സംസാരിക്കാൻ കേട്ടിട്ടില്ല. അല്ല, അവർക്കൊന്നും ആവശ്യമില്ല. അവർക്ക് വേറെ പല കാര്യങ്ങളല്ലേ. MLA മാരും മന്ത്രിമാരും മറ്റുള്ള കാര്യങ്ങളും ഈ എന്താ പറയുക, ഇപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല. ഇവർ ഈ കൊലപാതകങ്ങളും അവിഹിതങ്ങളും മറ്റുള്ള പല കാര്യങ്ങളും അവർക്ക് വേണ്ടതല്ല. അല്ലാതെ ഇതൊന്നും അവർക്ക് വേണ്ടല്ലോ. ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കാണണ്ടല്ലോ. സത്യം ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ. സംബന്ധിച്ചിട്ട് ഞാൻ എത്രയോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാങ്കാവ് ട്രാഫിക് പോകുന്നതിന്. പക്ഷെ എനിക്കൊന്നും സങ്കടമില്ല. ഞാൻ പറയാനുള്ളത് ഇനിയും പറഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കും. അതിൻ്റെ ഇതാണ്. കാരണം അത് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരുപാട് തവണ നമ്മളൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അത് വന്നിട്ട് നടക്കും. പക്ഷെ ഇത് മിക്ക ആളുകളും പറയുന്നത് വാക്കുകൊണ്ട് ഈ MLA മാരായാലും ഇവിടുത്തെ കോർപ്പറേഷൻ ടീമായാലും പറയുന്നതല്ലാതെ അവർ പ്രവർത്തിയിൽ കാണുന്നില്ല. ഉള്ളവർ കണ്ടെങ്കിലും അങ്ങനെ ചെയ്യില്ല അവർ. ഇന്നലെ സത്യം എനിക്ക് സങ്കടം തോന്നി. അതിൽ 2 പോലീസുകാരായാലും എത്ര പോലീസുകാരെ എനിക്കറിയില്ല, ഉള്ള പോലീസുകാർ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രാഫിക് ബ്ലോക്ക് ഒന്ന് മാറ്റി കൊടുത്ത് എന്തൊക്കെ ഇത്ര ഇതായിരുന്നു, ഇത്ര ആൾക്ക് നമ്മൾ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആ സമയത്ത് ഒരു ആംബുലൻസിൽ വന്നു കഴിഞ്ഞുള്ള അവസ്ഥയാണ് ചിന്തിച്ച് നോക്കുന്നത്.
എങ്ങനെ രക്ഷപ്പെടും ഒരു രോഗി? അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം എനിക്കിതിൽ കൂടുതൽ എനിക്കൊന്നും പറയില്ല. ഞാനിപ്പോൾ ഒരുപാട് തവണ ഈ വീഡിയോയിൽ പറഞ്ഞ സംഭവമാണ്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ സാധാരണ ജനങ്ങൾ, നിങ്ങൾക്ക് മന്ത്രിമാർക്കും എം എൽ എമാർക്കും മേയർമാർക്കൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എസ്കോർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പോകാൻ. നമ്മളിപ്പോൾ സാധാരണക്കാരല്ല. നമ്മൾക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രസിഡൻറ്റ് പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പെട്ടത് തന്നെയാണ്. അത് ഈ ട്രാഫിക് ബ്ലോക്ക് പോലുള്ള സംഭവങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ അതെന്താ പറയുക, അപകടം പറ്റുകയാണെങ്കിൽ മറ്റുള്ള പല ഇതാണെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് കണ്ണ് തുറക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സംബന്ധിച്ച് നിങ്ങൾ ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറേ വീരവാദം മുഴക്കാറുണ്ടല്ലോ, അതിലൊരു പകുതിയെങ്കിലും ഒരു 2% നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ സന്തോഷം തോന്നിയായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര മോശം പ്രവണത തന്നെ പറയുള്ളൂ. ഞാനത് ഒരുപാട് തവണ ഞാനത് പറഞ്ഞതാണ്. കാരണം നമ്മളിപ്പം ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഇതിന് മുമ്പുള്ള മന്ത്രിസഭയിലെ ആളുകൾ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് സംഭവം. എനിക്കറിയാം നടക്കില്ലെന്ന് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതാണല്ലോ, ജനങ്ങൾ എത്ര പറഞ്ഞാലും ഇവർ ചെയ്തിട്ടില്ല. ഇവർ ചെയ്യും. ഇവർക്ക് അപ്പോൾ ആവശ്യം വരെ ചില 5 വർഷം കഴിഞ്ഞപ്പോൾ അടുത്തൊരു 2029 ആകുമ്പോൾ അല്ലെങ്കിൽ 31 ആകുമ്പോൾ ഇവർക്ക് ആവശ്യം വരും നമ്മളെ. അത്രേ ഉള്ളൂ. വേറൊന്നും വേണ്ട. ഇവർക്ക് ഇലക്ഷൻ സമയത്ത് മാത്രമേ നമ്മൾ മതിയല്ലോ. ബാക്കി സമയത്ത് ജനങ്ങളെന്തിനാണ് വെറുതെ ഇവരെ കൈവയ്പ്പ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്? അതുവരെ ഇലക്ഷൻ സമയത്ത് ജനങ്ങളെ ഒരു കൈവയ്പ്പ് നിൽക്കും, ഒരു വോട്ടിന് വേണ്ടി യാചിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ മുമ്പിൽ ഇങ്ങനെ ഇതാവണം ആ അവസ്ഥ. നമ്മൾ കുറേ നടത്തിക്കും. അതാണ് ചെയ്യുന്നവർ. കാരണം ഇത് പറഞ്ഞെനിക്ക് സങ്കടമുണ്ട്. നമുക്ക് ചില ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഇന്നത്തെ ആ ഇഷ്യൂ കണ്ടിട്ടാണ് എന്തെങ്കിലും പല ആളുകളും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പല ആളുകളും കുറേ കമൻസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ അങ്ങോട്ടും പോകണ ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. നിങ്ങളൊന്ന് കണ്ടു തുറക്കുമെന്ന് മാത്രം എനിക്ക് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. വേറൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല എന്താണെന്ന്. അതിൽ ഞാൻ പറയാം, ഇവിടുത്തെ നമ്മൾ എം എൽ എമാരായാലും ഒന്ന് സ്വന്തം കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് എന്താ ഈ മാങ്കാവ് ട്രാഫിക് ബ്ലോക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്രയുള്ളൂ എനിക്ക് വീഡിയോ നിങ്ങൾ പറയാനുള്ളത്. എല്ലാവർക്കും ശുഭദിനം. ബൈ.